നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരു വർക്കർ എന്ന നിലയിൽ എന്തൊക്കെ ചുമതലകളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങളോട് പ്രതിപാദിച്ചിരുന്നു ഒരു അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ ഏതൊരു കമ്പനിയിൽ പോയാലും ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവർക്കൊരു സേഫ്റ്റി പോളിസി ഉണ്ടായിരിക്കും. അപ്പൊ ആ പോളിസി നമ്മൾ ആദ്യം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ പോളിസിയിൽ നിങ്ങൾക്ക് കാണാം ഈ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഒരു പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സീറോ ആക്സിഡന്റ് ആണ് എന്നുള്ളതാണ്. ഏതൊരു കമ്പനിയുടെയും ഇൻഡസ്ട്രിയുടെയും മുതലാളി ഓണർ ആഗ്രഹിക്കുന്നത് തന്റെ തൊഴിലാളികൾ സുരക്ഷിതരായി ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരൊരു പോളിസി ഉണ്ടാക്കി അത് ആ കമ്പനിയുടെ എല്ലാ ഭാഗങ്ങളിലും വിസിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കാണത്തക്ക തരത്തിൽ ആ പോളിസി അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പം ഒരു വർക്കർ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പോളിസി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആ പോളിസി ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒട്ടുമിക്ക അപകടങ്ങളിൽ നിന്നും, ജോലി സ്ഥലത്തുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അപ്പോൾ ഏത് കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് പോയാലും ആദ്യം എന്ത് ചെയ്യണം? അവിടുത്തെ സേഫ്റ്റി പോളിസി ഫോളോ ചെയ്യുക. തുടർന്ന് അങ്ങോട്ട് അവിടെ പ്രൊസീജിയർ ഉണ്ടാകും. നമ്മൾ ഏത് തരത്തിലായിരിക്കണം ജോലി ചെയ്യേണ്ടത്, പിന്നെ പലതരത്തിലുള്ള പ്രൊസീജിയറുകൾ അവിടെ ഉണ്ടാകും. സേഫ്റ്റി പ്രൊസീജിയർ ഉണ്ടാകും, ക്വാളിറ്റി പ്രൊസീജിയർ ഉണ്ടാകും, HR പ്രൊസീജിയർ ഉണ്ടാകും, മെയിന്റനൻസ് പ്രൊസീജിയർ, പ്രൊഡക്ഷന്റെ പ്രൊസീജിയർ, അങ്ങനെ നിരവധി പ്രൊസീജിയറുകൾ ആ കമ്പനിയിൽ ഉണ്ടാകും. അപ്പൊ എല്ലാം നമ്മൾ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട്, പോളിസി ഫോളോ ചെയ്തുകൊണ്ട് ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ സുരക്ഷിതരാണ്, നമ്മുടെ കുടുംബം സുരക്ഷിതമാകും, നമ്മുടെ കമ്പനി സുരക്ഷിതമാകും. വീണ്ടും കാണാം. നന്ദി.